ബൈബിളിൽ ഒരു കിടിലൻ അമ്മായിമ്മ മരുമോള് സ്റ്റോറി ഉണ്ട്. നമ്മുടെ റൂത്തിന്റെ പുസ്തകത്തിലാണ്. ബെത്ലഹേമില് നവോമിയും ഭർത്താവ് എലിമലേക്കും 2 ആൺമക്കളും വളരെ നന്നായിട്ട് ജീവിച്ചു പോവായിരുന്നു. പെട്ടെന്നാണ് അവിടെ ഒരു പട്ടിണിയും ദാരിദ്ര്യമൊക്കെ വരുന്നത്. അങ്ങനെ ഇവര് കുടുംബത്തോടു കൂടി മോവാബിൽ പോയിട്ട് കുടിയേറി പാർക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് നവോമിയുടെ ഭർത്താവ് എലിമലേക്ക് മരിക്കണത്. കുറച്ച് നാളുകൾക്ക് ശേഷം 2 ആൺമക്കളും മരിച്ചു പോകുന്നുണ്ട്. പിന്നെ ഈ നവോമിയുടെ കൂടെ ഉണ്ടായിരുന്നത് മരുമക്കളായിട്ടുള്ള ഓർപ്പയും റൂത്തുമാണ്. ഈ നവോമി മരുമക്കളോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ നോക്കി ഇരിക്കണ്ട, നിങ്ങളുടെ ജീവിതം വെറുതെ പാഴാക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തോട്ട് പോയിക്കോ, നിങ്ങൾ പുതിയൊരു ജീവിതം ആരംഭിക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒത്തിരി വേദനയോടുകൂടി ഓർപ്പ കരഞ്ഞുകൊണ്ട് നവോമി വിട്ടുപോകുന്നുണ്ട്. പക്ഷേ റൂത്ത് അപ്പോൾ നവോമിയോട് ചേർന്ന് നിൽക്കുകയാണ്. നവോമി ഒത്തിരി സങ്കടത്തിലൂടെ പോകുന്ന സമയമാണ്, മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. കാരണം ഭർത്താവ് പോയി, ആൺമക്കൾ നഷ്ടപ്പെട്ടു, അങ്ങനെ ഒരു ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും ഈ റൂത്ത് അമ്മായിയമ്മയെ ചേർത്ത് പിടിക്കുകയാണ്, ഒരു സ്നേഹമുള്ള മരുമകളായിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് റൂത്ത് പറയുന്ന ഡയലോഗ് വളരെ രസമാണ്, വളരെ സുന്ദരമാണ്. അവളിങ്ങനെ പറയാണ്, അമ്മയെ വിട്ടുപോകാനോ അമ്മയെ ഉപേക്ഷിക്കാനോ എന്നോട് പറയരുത്, അമ്മ പോകുന്നിടത്തേക്ക് ഞാൻ വരും. അമ്മ എന്നുള്ള വാക്കാണ് ഈ റൂത്ത് ഉപയോഗിച്ചത്. അങ്ങനെ രണ്ടുപേരും കൂടി ഒരുമിച്ച് ബെത്ലഹേമിലോട്ട് തിരിച്ചു പോവാണ്. അങ്ങനെ ഇരിക്കുകയാണ് ബോവാസിനെ കണ്ടുമുട്ടണത്. നവോമിയുടെ സമ്മതത്തോടുകൂടി ഇരുവരും വിവാഹം ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ റൂത്തിനെയും നവോമിയും ബെസ്റ്റ് ഒരു മോഡലായിട്ട് എടുക്കേണ്ടിയിരിക്കുന്നു. ഈ നവോമി ഈ തന്റെ മരുമകളെ പറ്റി കുറ്റം പറഞ്ഞ് നടക്കുന്ന, പരിഹസിക്കുന്ന, ദേഷ്യപ്പെടുന്ന ഒരു അമ്മായിയമ്മയായിരുന്നെങ്കിൽ റൂത്ത് കൂടെ പോരായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നവോമി ഒരു സ്നേഹമുള്ള ഒരു അമ്മായിയമ്മയായിരുന്നു.